നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം പൂരം നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷങ്ങളാണ്. അതായത് പൂരം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതകാലത്തുണ്ടാവുന്ന ചില കാര്യങ്ങൾ, സാമാന്യമായ ഒരു പൊതുഫലങ്ങൾ, അത്രമാത്രം. കാര്യം അങ്ങനെ പറയാൻ കാരണം ഒരാളുടെ ജന്മസമയവും ഗ്രഹനിലയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജാതകവും കൂടി എല്ലാം ഒത്തു നോക്കിയാലും മാത്രമോ ഒരാളുടെ ഏത് നക്ഷത്രക്കാരുടെയാണെങ്കിലും അതിൻ്റെ പൂർണ്ണഫലം മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു സാമാന്യ ഫലമായാണ്, ഓരോ നക്ഷത്രക്കാരുടെയും സാമാന്യ ഫലമാണ് ഈ പൊതുവായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ ജാതകം പരിശോധിക്കാതെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ ഓരോ നക്ഷത്രക്കാരുടെയും പറയുന്നത് പോലെ തന്നെ ഓരോ നക്ഷത്രക്കാരുടെയും ഒരു സാമാന്യമായ ഫലം, അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ എന്തെല്ലാം ആയിരിക്കും, എന്തെല്ലാം കാര്യങ്ങളിൽ അവർ ഏർപ്പെടും, എന്തെല്ലാം സ്വഭാവ വിശേഷങ്ങൾ ഇവർക്കുണ്ടാവും, ഇതെല്ലാം സവിസ്തരമായി പറയുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാൽ ഇതിലെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയാതെ പോവുകയും ചെയ്യും. അപ്പോൾ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ, അതായത് പൂരം നാളിൽ ജനിക്കുന്ന പുരുഷന്മാർ ജീവിതത്തിൽ വളരെ ഉയർച്ച നേടുമെന്നാണ് ജ്യോതിഷ ആചാര്യന്മാരുടെ അഭിപ്രായം. പൂരം നക്ഷത്രത്തിന് പൂരം പിറന്ന പുരുഷൻ അല്ലേ, പൂരം പിറന്ന പുരുഷൻ എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതായത് പുരുഷന്മാർക്ക് പൂരം നക്ഷത്രം വന്നാൽ അത് വളരെ നല്ലതായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ജ്യോതിഷ ആചാര്യന്മാരുടെ ഇടയിലുണ്ട്. ജ്യോതിഷപരമായി അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. അപ്പൊ പൂരം നാളിൽ ജനിക്കുന്ന പുരുഷന്മാർ ജീവിതത്തിൽ വളരെ ഉയർച്ച നേടുമെന്നാണ് ജ്യോതിഷ ആചാര്യന്മാരുടെ അഭിപ്രായം. ധീരതയും സാഹസികതയും ഇവരുടെ പ്രത്യേകതകളാണ്. ഈ പൂരം നക്ഷത്രക്കാരുടെ, അതായത് പുരുഷന്മാരുടെ. ഈ നാളുകാർ പൊതുവെ ഗൗരവ സ്വഭാവം ഉള്ളവരായിരിക്കും. പ്രശസ്തിയും പദവിയും ഇവർ ജീവിതത്തിൽ നേടിയെടുക്കുന്നവരുമായിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവർക്ക് ജീവിത വിജയങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാവും. സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉള്ളവരായിരിക്കും. നല്ല ശരീരമുള്ളവരും നല്ല പോലെ സൗന്ദര്യമുള്ളവരുമായിരിക്കും. അപ്പൊ സൗന്ദര്യവും ശരീരവും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ബുദ്ധിസാമർഥ്യവും സന്ദർഭ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവും ഇവരിൽ ഉണ്ടായിരിക്കും. പെട്ടെന്ന് ശോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തമാവുകയും ചെയ്യുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. എല്ലാ തരക്കാരോടും ഇടപെടാൻ അസാധാരണമായ കഴിവും ഇവർക്കുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. സ്വന്തം കഴിവുകളിൽ ഇവർ അഭിമാനിക്കുന്നവരും തികഞ്ഞ ആത്മവിശ്വാസമുള്ളവരുമാണിവർ, ഈ പൂരം നക്ഷത്രക്കാർ. ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഉണ്ടായെന്നും വരും ഇവർക്ക്. മാന്യമായി പെരുമാറാനും സ്വന്തം നില ഭദ്രമാക്കാനും തെറ്റുകുറ്റങ്ങൾ ആരോപിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണിവർ. കഴിവതും ആരോടും കലഹിക്കാതിരിക്കാൻ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കും. അങ്ങനെ
പ്രത്യേകിച്ച് ഒരു കലഹപ്രിയരല്ല ഈ നക്ഷത്രക്കാർ. ആരോടും കലഹിക്കാൻ ഇവർക്ക് താല്പര്യവുമില്ല. അതുകൊണ്ട് കലഹിക്കാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കുകയും ചെയ്യും. പക്ഷേ ആദർശങ്ങളുടെ പേരിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഇവർ സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ ആദർശങ്ങളിൽ വിട്ടുവീഴ്ചകളില്ലാത്ത നടപടി എടുക്കുന്നത് മൂലം ചില ആൾക്കാരുമായി കലഹങ്ങൾ ഉണ്ടാകാനും ഇവരുടെ ഇടയിൽ സാധ്യതയുണ്ട്. ഇതുമൂലം ഒഴിവ് ഈ ഇങ്ങനെയുള്ള ആദർശനിഷ്ഠയും അതേപോലെയുള്ള വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടുകളും ഉള്ളതിൻ്റെ പേരിൽ ഇതുമൂലം ഇവർക്ക് ഒഴിവാക്കാവുന്ന പല മത്സരങ്ങളിലും ഇവർ ചെന്ന് അകപ്പെട്ടെന്ന് വരും. അതായത് ചില പ്രവൃത്തികളിൽ ഇങ്ങനെ വിട്ടുവീഴ്ചയില്ലാതെ പെരുമാറുന്നതിൻ്റെ പേരിൽ ഇവർ ചില കാര്യങ്ങളിൽ ചെന്ന് പെട്ടെന്ന് വരും. സ്വാർത്ഥ ചിന്ത കുറവായിരിക്കും. അതായത് സ്വന്തം കാര്യം ചിന്താബാധം എന്നുള്ള ചിന്ത കുറവായിരിക്കും. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇവർ അധികമൊന്നും കാര്യങ്ങൾ ചെയ്യുന്നവരല്ല എന്നാണ് അർത്ഥം. എല്ലാ പ്രവർത്തന രംഗങ്ങളിലും പൂരം നക്ഷത്രക്കാർ വിജയിക്കാറുമുണ്ട്. കാര്യവിജയങ്ങളും കാര്യപ്രാപ്തിയും കാര്യനേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അധികാരസ്ഥാനങ്ങളിലെത്താൻ പ്രത്യേകം താല്പര്യം കാണിക്കുകയും ഇവർ ചെയ്യും. ഉന്നതമായ ചില പദവികളിൽ എത്താൻ, ഉന്നതമായ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇവർ ശ്രമിച്ചെന്നും വരും. അത്തരം സ്ഥാനങ്ങളിൽ വളരെ ശോഭിക്കുകയും ചെയ്യും. അങ്ങനെ അവർ ആ സ്ഥാനങ്ങളിൽ ചെന്ന് പെട്ടാൽ ആ സ്ഥാനങ്ങളിൽ ഇരുന്ന് അവർ ശോഭിക്കുകയും ചെയ്യും. കലാവാസനയുള്ളവരാണ് ഇവർ. നല്ല കലാബോധമുള്ളവരും കലാവാസനയുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ. ഗ്രന്ഥപാരായണത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കും. നല്ല വായനാശീലമുള്ളവരാണ് ഇവർ. ഗ്രന്ഥപാരായണത്തിൽ നല്ല ഉത്സാഹം കാണിക്കുന്നവരുമായിരിക്കും. സത്യസന്ധതയും സദാചാരനിഷ്ഠയും അതുപോലെ തന്നെ വാക്കുപാലിക്കുന്ന സ്വഭാവവും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. സത്യസന്ധതയും സദാചാരനിഷ്ഠയും വിട്ടുള്ള ഒരു കളിക്കും ഇവർ നിൽക്കില്ല. കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കണമെന്ന് ഇവർക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. അവരുടെ കടമകൾ അവർക്ക് കൃത്യമായി അത് ചെയ്തു തീർക്കണമെന്നുള്ള ഒരു ചുമതലാബോധം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. പരിശ്രമശീലരും ഉത്സാഹശീലരും അതേപോലെ തന്നെ കഠിന പ്രയത്നം ചെയ്യാൻ സന്നദ്ധരുമായിരിക്കും ഇവർ. അത് നല്ല പരിശ്രമശീലരായിരിക്കും, ഉത്സാഹികളായിരിക്കും, കഠിന പ്രയത്നം ചെയ്യാൻ ഉത്സാഹം കാണിക്കുന്നവരുമായിരിക്കും ഇവർ. പക്ഷേ യാദൃച്ഛിക സംഭവങ്ങൾ മൂലം പലപ്പോഴും ഉദ്ദേശിച്ചത്ര നേട്ടം ചില കാര്യങ്ങളിൽ കൈവരിക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്നും വരികയില്ല. പൊതുവെ ഇവർ കാര്യങ്ങൾ നേടുന്നവരാണെങ്കിലും ചില സമയങ്ങളിൽ ഇവർക്ക് ആ നേട്ടം കൈവരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യും. മധ്യവയസ്സുവരെ ഉയർച്ച താഴ്ചകൾ, അതായത് മധ്യവയസ്സുവരെ ഉയർച്ച താഴ്ചകൾ ഒന്നിടവിട്ട് ഇവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. 12 വയസ്സുവരെയുള്ള കാലം പൊതുവെ സന്തോഷപ്രദമായിരിക്കും ഇവർക്ക്. പക്ഷേ വിദ്യാഭ്യാസകാലമായ 12 മുതൽ 18 വയസ്സ് വരെയുള്ള കാലം തികഞ്ഞ വിജയമോ തികഞ്ഞ പരാജയമോ ആയിരിക്കുകയില്ല. അപ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണമായിരിക്കും ആ സമയത്ത് ഇവർക്കുള്ളത്. വിദ്യാഭ്യാസകാലമായ 12 മുതൽ 18 വയസ്സ് വരെയുള്ള കാലം അങ്ങനെ അത് പരാജയമോ അല്ലെങ്കിൽ പൂർണ്ണമായ വിജയമോ ആയിരിക്കില്ല. 18 വയസ്സിന് ശേഷം 30 വയസ്സ് വരെയുള്ള കാലം വിദ്യാഗുണവും തൊഴിൽ ഗുണവും വിവാഹം, കുടുംബസുഖം, സന്താന ഗുണം തുടങ്ങിയവ ഇവർക്കുണ്ടാകുന്നതാണ്. എന്തൊക്കെയാണ്
18 വയസ്സിന് ശേഷം 30 വയസ്സ് വരെയുള്ള കാലമാണ് ഇവരുടെ ഏറ്റവും നല്ല കാലം. ആ സമയത്ത് ഇവർക്ക് വിദ്യ കൈവരിക്കാൻ സാധിക്കും, തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. ഈ സമയത്ത് ഇവരുടെ വിവാഹം നടക്കും, കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും, സന്താനലബ്ധി ഉണ്ടാവുകയും ചെയ്യും. 20, 30, 33 എന്നീ വയസ്സുകളിൽ സുപ്രധാനങ്ങളായ ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നും വരും. ചില പരിവർത്തനങ്ങൾ, ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണിത്. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലത്ത് ഭൂസ്വത്ത് വാങ്ങാൻ ഇടവരുന്നതാണ്. അതായത് ഭൂമി വാങ്ങാൻ ഇവർക്ക് കഴിയുന്നതാണ് ഈ 30 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള കാലത്ത്. പുതിയ വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ പുതിയ ഗ്രഹം സ്വന്തമാക്കുവാനോ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുള്ളവരാണ്. അതായത് സ്വന്തമായി പുതിയ വീടും അതേപോലെ തന്നെ ഭൂസ്വത്തുക്കൾ ഉണ്ടാക്കാനും. അപ്പൊ ഭൂസ്വത്ത് ഇവർക്ക് 40 വയസ്സിനൊക്കെ ഉണ്ടാവും ചെയ്യുമെങ്കിലും അതിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വീട് വെക്കാനും സ്ഥലം മേടിക്കാനും ഒക്കെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ 30 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്ക്. എന്നാൽ ഇത് ഇവർക്ക് കരസ്ഥമാക്കാനും കഴിയും. അതായത് ഈ ഭൂമിയും അതേപോലെ തന്നെ വീടും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ സമയം. 40 വയസ്സിന് ശേഷമുള്ള ജീവിതം പൊതുവെ ശാന്തവും സന്തോഷപ്രദവുമായിരിക്കും. 40 വയസ്സ് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. പൂരം നാളുകാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. ഇവർ വിചാരിച്ചതുപോലെ ഒരു ജീവിത പങ്കാളിയെ, നല്ലൊരു ജീവിത പങ്കാളിയെ ഇവർക്ക് കിട്ടാൻ ഇടവരുകയും ആ ദാമ്പത്യ ജീവിതം വളരെ നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. എന്നിരുന്നാലും ചില പൂരം നാളുകാർക്ക് വിവാഹ ജീവിതത്തിൽ അപൂർണത അനുഭവപ്പെടുകയോ വിവാഹ ജീവിതം തന്നെ തകർന്നു പോവുകയോ ചെയ്യാം. അങ്ങനെയും വരാവുന്നതാണ്. ഇങ്ങനെയുള്ള ചില സമയങ്ങളിൽ ചില നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂരം നക്ഷത്രക്കാർക്ക്. കാരണം അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതായത് ഇവരുടെ ജന്മസമയത്തിന്റെ പ്രത്യേകതയാണത്. അപ്പൊ ചില മാറ്റങ്ങൾ ഈ ജന്മസമയം കൊണ്ട് ഈ നക്ഷത്രക്കാരിൽ ഉണ്ടാകും. ചിലരിൽ നല്ല അനുഭവം കിട്ടും, ജീവിത പങ്കാളിയുമായി ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾക്ക്, പൂരം നക്ഷത്രക്കാർക്ക്, അവരെ സംബന്ധിച്ച് വിവാഹ ജീവിതം തന്നെ ഒരു പരാജയമായി മാറാനും ഇവരുടെ ഇടയിൽ സാധ്യതയുണ്ട്. പൂരം നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് തന്റേടെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ കുറച്ച് തന്റേടികളാകാൻ സാധ്യതയാണ് കാണുന്നത് ഈ പൂരം നക്ഷത്രക്കാരായ സ്ത്രീകളിൽ. അതുമൂലം കുടുംബജീവിതം അസ്വസ്ഥമായി എന്നും വരാവുന്നതാണ്. ഈ തന്റേടം കാരണം, സ്ത്രീകളുടെ തന്റേടം കാരണം അവരുടെ കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനും സാധ്യത ഉണ്ടാകുന്നതാണ്. പ്രേമബന്ധങ്ങൾ തകരുകയും ഉദ്ദേശിച്ച വിവാഹം നടക്കാതെ വരികയും ഈ നക്ഷത്രക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്നതാണ്. അതായത് അവരുദ്ദേശിച്ച ഒരു ജീവിത പങ്കാളിയായിട്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ചിലപ്പോൾ സാധിക്കാതെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില ഈ പൂരം നക്ഷത്രക്കാരിൽ അവരുദ്ദേശിച്ച ജീവിത പങ്കാളിയുമായി ഒത്ത് ജീവിത വിജയം കൈവരിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ഇവരുടെ ഇടയിൽ ഇങ്ങനെ ചില സ്വഭാവ വിശേഷങ്ങൾ മാറി മറിഞ്ഞു വരുന്നതാണ്. കാരണം അത് അവരുടെ ജനിച്ച സമയത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ചിലർക്ക് ദാമ്പത്യ ജീവിതം നല്ല വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയും. ചിലർക്ക് അവരുടെ ജനിച്ച സമയത്തിന്റെ പ്രത്യേകത മൂലം, അവരുടെ ജാതകത്തിന്റെ പ്രത്യേകത മൂലം അവർക്കത് കഴിയാതെയും വരാൻ സാധ്യതയുണ്ട്.
അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബാഭിവൃദ്ധിയിൽ താല്പര്യം കാണിക്കുന്നവരാണിവർ. എന്നാൽ കുടുംബത്തിൽ അഭിവൃദ്ധി കാണണമെന്ന് വിചാരിക്കുന്നവരും ആ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കാൻ സന്നദ്ധരാകുന്നതാണ് ഇവരുടെ സ്വഭാവം. അതിന് ഇവര് സന്നദ്ധരാകും. അതായത് കുടുംബാഭിവൃദ്ധിക്ക് വേണ്ടി ഇവര് എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും സന്നദ്ധരാകുന്ന ഒരു സ്വഭാവം ഇവരിലുണ്ട്. അതിനായിട്ട് എന്ത് ത്യാഗം സഹിക്കാനും ഇവർ ചിലപ്പോൾ തയ്യാറായെന്നും വരും. പക്ഷേ കുടുംബാംഗങ്ങളിൽ നിന്ന് സ്നേഹമോ കൃതജ്ഞതയോ ഇവർക്ക് അതിന് ലഭിച്ചില്ല എന്നും വരാം. കാരണം ഇവരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അതേപോലെ തന്നെ കഠിനമായ പ്രയത്നവും വിട്ടുവീഴ്ച ചെയ്തുള്ള ചില കാര്യങ്ങളിലെ പ്രവർത്തനവും കുടുംബാംഗങ്ങളിൽ നിന്ന് അതിനൊരു നല്ല പ്രതിഫലം ഇവർക്ക് കിട്ടാതെ പോവുകയും ചെയ്യാറുണ്ട്. അതെല്ലാം അവരുടെ ജന്മസമയത്തിന്റെ പ്രത്യേകതകൾ മൂലമാണ് അങ്ങനെ ചില കാര്യങ്ങൾ വന്നു ചേരുന്നത്. പൊതുവെ ഈ നക്ഷത്രക്കാർ സൗന്ദര്യവും നല്ല ആകർഷണതയും ഉള്ളവരായിരിക്കും. ഇവർക്ക് പൊതുവെ നല്ല ഒരു ആകാരവും, അതായത് നല്ല ശരീരവും, ആരെയും ആകർഷിക്കുന്ന ഒരു ശരീരപ്രകൃതിയും ഉള്ളവരായിരിക്കും ഇവർ. ആകർഷകമായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആകർഷകമായ ഒരു വ്യക്തിത്വം ഉള്ളവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ. മധുരമായി സംസാരിക്കാനും സംഭാഷണത്തിലൂടെ മറ്റുള്ളവരെ വശത്താക്കാനും കഴിവുള്ളവരാണ് ഈ നക്ഷത്രം. അതായത് സംഭാഷണ ചാതുരി ഉള്ളവരാണ് ഇവർ, ഈ പൂരം നക്ഷത്രക്കാർ. സൃഷ്ടിപരമായ കഴിവുകൾ ഉള്ളവരാണിവർ. ഇവർക്ക് ചില സർഗാത്മകമായ കഴിവുകളും ഇവർക്കുണ്ട്. സംഗീതം, കല, അഭിനയം, ഫാഷൻ തുടങ്ങിയ കലാപരമായ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ താല്പര്യവും അതിനനുസരിച്ചുള്ള ചില കഴിവുകളും ഇവർക്ക് ഉണ്ടാകാറുണ്ട്. ആഡംബരപ്രിയം ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ആഡംബര കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമാണ്. സ്വന്തം വീട് ആകർഷകമായി സൂക്ഷിക്കാൻ ഇവർക്ക് വളരെ താല്പര്യമുള്ളവരാണ്. അതായത് ഒരു ആഡംബരപരമായി തന്റെ വീട് കാത്തു സൂക്ഷിക്കാൻ ഇവർക്ക് വളരെ ഇഷ്ടമുള്ളവരാണിവർ. നേതൃത്വ ഗുണം, അതായത് നേതൃത്വ പാടവം ഉള്ളവരാണ് ഇവർ. അതായത് ഒരു കാര്യത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവർക്ക് നേതൃത്വ പാടവം നല്ലതുപോലെയുണ്ട്. അതേപോലെ സ്വന്തമായി കഴിവുകൾ ഉള്ളവരാണിവർ. പല കാര്യങ്ങളിലും സ്വന്തമായി ചില കഴിവുകൾ ഇവർക്കുണ്ട്. സ്വന്തമായി ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവും ആജ്ഞാശക്തിയും ഇവർക്കുണ്ട്. മറ്റുള്ളവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയുമില്ല. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാൻ ഇവർ തയ്യാറാകില്ല. മറ്റവരുടെ കാല് പിടിക്കാൻ പോവുകയുമില്ല. അതായത് പൂരം നക്ഷത്രക്കാരാണുള്ളത്. അതായത് സിംഹ രാശി, അതായത് ചിങ്ങൻ രാശിയാണ് ഇവരുടെ ജന്മരാശി. അപ്പൊ ആ സിംഹത്തിന്റെ സ്വഭാവം ഇവരിലുണ്ടാവും. അതായത് ആരെയും കൂസാത്ത ഒരു പ്രകൃതി, ആരെയും കൂസാതെ അല്ലെങ്കിൽ ആരെയും വകവെക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഈ പൂരം നക്ഷത്രക്കാർക്കുണ്ടാകും. എന്നാൽ സഹാനുഭൂതിയും സത്യസന്ധതയും ഇവർ ശാന്ത സ്വഭാവികളും ആയിരിക്കും. അതായത് സഹാനുഭൂതിയുള്ളവരായിരിക്കും, സത്യസന്ധതയുള്ളവരായിരിക്കും,
എന്നാൽ അതോടൊപ്പം തന്നെ ഇവർ ശാന്ത സ്വഭാവികളും ആയിരിക്കും. വിവേകമതികളാണിവർ, വിവേകമുള്ളവരുമാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ മനസ്സലിയുന്നവരുമാണിവർ. സഹായ മനസ്ഥിതി ഉള്ളവരുമാണിവർ. പെട്ടെന്ന് പ്രശസ്തിയും പദവിയും നേടിയെടുക്കാൻ ഇവർക്ക് അപാരമായ ചില കഴിവുകൾ ഇവർക്കുണ്ട്. പെട്ടെന്ന് ചില കാര്യങ്ങളിൽ പ്രശസ്തിയും പദവിയും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ലോകശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിവുള്ളവരാണിവർ. ലോകശ്രദ്ധ, അതായത് പൊതുവെ ആളുകളുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിവുള്ളവരാണിവർ. ഇവരുടെ രാശി അതാണല്ലോ, സിംഹത്തിന്റെ രാശിയാണല്ലോ. അങ്ങനെയുള്ള കഴിവുണ്ട് ഇവർക്ക്. ചില സമയങ്ങളിൽ ഇവർ അഹങ്കാരം കാണിക്കാനും താൻ പൊരുമ പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട്. സിംഹവും അതുപോലെയാണല്ലോ, ചില അഹങ്കാര കാര്യങ്ങൾ കാണിക്കുമല്ലോ. അപ്പൊ അതേപോലെ ചില സമയങ്ങളിൽ ഇവർ വാശിയും വൈരാഗ്യവും അഹങ്കാരവും കാണിക്കാനും ഇവർ തയ്യാറാവും, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ചില സമയങ്ങളിൽ അവർക്ക് അതിന് പ്രത്യേക കഴിവുണ്ടാവുന്നതാണ്. അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകമായ കഴിവുകളും ഇവർക്കുണ്ടാവും. താരതമ്യേന മനഃശാന്തി കുറഞ്ഞവരായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും മനസ്സിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മനസ്വസ്ഥത കുറയുന്നവരാണ് ഇവർ. ചെലവ് കൂടുതൽ ഉള്ളവരായിരിക്കും ഇവർ. സാമ്പത്തിക കാര്യങ്ങളിൽ ആസൂത്രണം ചെയ്യുന്നതിൽ ചില വീഴ്ചകൾ ഇവർക്ക് പറ്റുകയും ചെയ്യും. അതായത് ചില സമയങ്ങളിൽ ഇവർ വരവിൽ കൂടുതൽ ചെലവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അധിക ചെലവ് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ സ്വാതന്ത്ര്യം. അതിലാരും തലയിടാൻ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ച് അത് വളരെ സ്വാതന്ത്ര്യം അവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഇവർ. സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉള്ളവരായിരിക്കും ജീവിതത്തിൽ. സ്വയപ്രയത്നത്തിലൂടെ കൂടുതലും ആളുകൾ സ്വയപ്രയത്നത്തിലൂടെ തന്നെയായിരിക്കും ഉയർന്നു വരുന്നത്. അനുകൂലമായ ചില തൊഴിൽ രംഗങ്ങളും ഇവരുടെ മുമ്പിൽ തുറന്നു വരുന്നതാണ്. അതായത് അനുകൂലമായ ചില തൊഴിൽ സാധ്യതകൾ ഇവർക്കുണ്ടാവുന്നതാണ്. ഇവരുടെ സൃഷ്ടിപരമായ, പ്രത്യേകിച്ച് കലാപരമായ കഴിവുകൾ കാരണം സംഗീതം, അഭിനയം, നൃത്തം, ഫാഷൻ ഡിസൈനിങ്, മോഡല്, ദൃശ്യമാധ്യമ രംഗം തുടങ്ങിയവയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധ്യത കൂടുതലുണ്ട്. ആഡംബരമായ വസ്തുക്കൾ, വില കൂടിയതും ആഡംബരവുമായ വസ്തുക്കൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ കച്ചവടം ചെയ്യാൻ അല്ലെങ്കിൽ ആ ആഡംബര വസ്തുക്കളുടെ വ്യവസായം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നതാണ്. അവർക്ക് ചില കഴിവുകൾ അതിലുണ്ട്. ഈ ആഡംബരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ, ആഡംബരമായ കാര്യങ്ങളിലൂടെ കച്ചവടം ചെയ്യുന്നതിനും അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നതിനും ഇവർക്ക് കഴിവുള്ളവരാണിവർ. ഇവർക്ക് നല്ല നേതൃത്വ ഗുണമുള്ളവരാണിവർ. സിംഹമാണല്ലോ, നേതൃത്വപരമായിട്ട് എല്ലാവരെയും അനുസരിപ്പിക്കാനും അത് എല്ലാവരെയും തൻ്റെ ആജ്ഞാശക്തിയിൽ നിലനിർത്താനും ഒക്കെ കഴിവുള്ളതാണല്ലോ സിംഹം. അപ്പോൾ ഇവർക്ക് നല്ല നേതൃത്വ ഗുണം ഉള്ളതിനാൽ രാഷ്ട്രീയത്തിലും സർക്കാർ ജോലികളിലും ഉയർന്ന പദവികൾ നേടാൻ സാധ്യതയുണ്ട്. ഇവരുടെ ജന്മസിദ്ധമായ കഴിവാണ് അതിന് കാരണം. അതേപോലെ തന്നെ ധനകാര്യം, ഇൻഷുറൻസ്, ബാങ്കിംഗ് മേഖലകളിൽ ഇവർ ശോഭിക്കാൻ സാധ്യതയുണ്ട്. ഇവർക്ക് നല്ല വാക്ചാരുതിയുള്ളതിനാൽ
വാക്ചാതുര്യമുള്ളതിനാൽ ഇവർക്ക് അധ്യാപന ജോലിയും വളരെ അനുയോജ്യമാണ്. ഇവർക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്നും വരില്ല. ചില നല്ല വിജയം നേടാനും ഇവർക്ക് കഴിഞ്ഞെന്ന് വരും. അതായത് ഇവർക്ക് പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇവർക്ക് അത് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ നല്ല വിജയം നേടാനും ഇവർക്ക് കഴിയും. കലാപരവും സർമാത്മകവുമായ വിഷയങ്ങളായിരിക്കും കൂടുതൽ ഇവർക്ക് താല്പര്യം. ഇവരുടെ സംസാരശേഷിയും ഓർമ്മശക്തിയും വിദ്യാഭ്യാസത്തിൽ ഇവർക്ക് സഹായകരമാവുന്നതാണ്. കുടുംബ ബന്ധം നല്ല വിധത്തിൽ കുടുംബ ബന്ധം ഇവർക്ക് സ്ഥാപിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. എന്നാൽ അച്ഛനുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ പലപ്പോഴും ഇവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതായത് പിതാവ് സൂര്യനാണ് ഇവരുടെ രാശിയുടെ അധിപൻ. അപ്പൊ സൂര്യന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ പിതാവുമായിട്ട് മക്കൾക്ക് നല്ല ബന്ധം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് പിതാവുമായിട്ട് നല്ല ബന്ധം പലപ്പോഴും നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. വിവാഹശേഷം ഇവർ സ്വന്തം കുടുംബത്തിന് വേണ്ടി കാര്യങ്ങൾ വളരെ ശ്രദ്ധാലുവായി ചെയ്യാനും ഇവർക്ക് കഴിയും. അവരുടെ സ്വന്തമായ കുടുംബം ഉണ്ടാവുമ്പോൾ അവർക്ക് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇവർക്ക് കഴിയും. ഇവരുടെ സഹോദരങ്ങൾക്ക് ഇവരെക്കാൾ കൂടുതൽ പ്രശസ്തി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവർക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരിമാരുണ്ടെങ്കിൽ ഇവരെക്കാട്ടിയും കൂടുതൽ പ്രശസ്തിയും പേരും അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. ജീവിത പങ്കാളിയെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ. എന്നാൽ ചിലപ്പോൾ സ്വന്തം അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഇവർ ശ്രമിച്ചെന്നും വരും. പങ്കാളിക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും ഈ പൂരം നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർ കൂടുതലും നല്ല ജീവിതാനുഭവങ്ങൾ ഉള്ളവരായി തീരാനാണ് സാധ്യത കൂടുതൽ. ഭർത്താവിനും ഈ പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിനും മക്കൾക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരുമായിരിക്കും. അതായത് പൂരം നക്ഷത്രക്കാർ പുരുഷന്മാർക്കാണ് കൂടുതൽ. പൂരം നക്ഷത്രക്കാരിൽ തിളങ്ങുന്നത് പുരുഷന്മാരാണെങ്കിലും പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും അവരുടെ ജീവിത വിജയത്തിനു വേണ്ടി അവർക്ക് നല്ല വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കും ഈ പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. അതായത് പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളും പുരുഷന്മാരെ പോലെ അവരിൽ നിന്ന് ഒട്ടും പുറകിലല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.